ഹലോ ഫ്രണ്ട്സ്, മല്ലു ലെൻസിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മല്ലു ലെൻസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അയർലൻഡിലെ ഡബ്ലിനിൽ നിന്ന് കിൽക്കിനി എന്ന കൗണ്ടി കിൽക്കിനി എന്ന ചെറിയ ഒരു ഗ്രാമത്തിലേക്കാണ്. വളരെ മനോഹരമായ ഈ കിൽക്കിനി കാഴ്ചകൾ നമുക്കിന്ന് കാണാം. We'll start by why Kilkenny got his name and how. So this was actually the last place where the Archdruid, the last one, was hiding around Kilkenny, and was the last place to be turned or converted into Christianity before it got this name. So Canis would have been a monk that came here, and he was successful in his mission, so he was made a saint here, and that's why they named Kilkenny. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ടാക്സിയിലോ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ബസ്സിലോ ട്രെയിനിലോ ടാക്സിയിലോ ഏകദേശം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് ഇവിടത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ഡബ്ലിൻ സിറ്റി സെൻട്രലിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ബസ്സുകളൊന്നും കിൽക്കിനിയിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടനവധി പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ടാക്സി സർവീസുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് ഈ കിൽക്കിനി എന്ന ഈ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് കിൽക്കിനിയിലേക്ക് പോകുന്ന വഴികളിൽ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഫാമുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫാമിലെ പശുക്കൾ മേയുന്നതും അതുപോലുള്ള പച്ച പുതച്ച് കിടക്കുന്ന കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കിൽക്കിനി സിറ്റിയിലാണ് അയർലൻഡിലെ ഏറ്റവും വലിയ മാർബിൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഏറ്റവും ബ്ലാക്ക് മാർബിൾ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ഒരു കിൽക്കിനി സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കിൽക്കിനി സിറ്റിക്ക് മാർബിൾ സിറ്റി എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഐറിഷ് ടൗൺ എന്നും ഇതിനെ അറിയപ്പെടുന്നു. വളരെ മനോഹരമായ ഈ ഒരു സിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉച്ച ടൈം ആയതുകൊണ്ടും എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ തിരക്കിയത് അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് അവിടേക്ക് ആഹാരം കഴിക്കാനായി പോവുകയാണ്. ഒടുവിൽ നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് തുർക്കിഷ് ഹോട്ടലിൽ കയറി അതിമനോഹരമായ ആഹാരമൊക്കെ കഴിച്ചു. കിൽക്കിനി സെൻട്രലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കിൽക്കിനിയിലെ ഏറ്റവും പുരാതനമായ വളരെ ഫേമസായ 50 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ഒരു കാസിൽ, കിൽക്കിനി കാസിൽ കാണാനായി നമ്മൾ പുറപ്പെട്ടു. കിൽക്കിനിയിലേക്ക് വരുന്ന എല്ലാവരുടെയും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കിൽക്കിനി കാസിലാണ്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് അതിന് ഉള്ളിലുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ സാധിച്ചില്ല, ആ സമയം കഴിഞ്ഞു പോയിരുന്നു.
അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാസ്റ്റിൽ ഉള്ളത്. അതിമനോഹരമായ ഒരു പുരാതനമായ കാസ്റ്റിലാണ് ഇത്. അതിപുരാതനമായ കിൽക്കിനി കാസ്റ്റിലിൻ്റെ ചില കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. ഈ കിൽക്കിനി കാസ്റ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ പോയാൽ അതിമനോഹരമായ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിൽക്കിനി സെൻറ്ററിൽ മാത്രം സഞ്ചരിക്കുന്ന കിൽക്കിനി സെൻറ്റർ ടൂർ എന്നുള്ള ചെറിയ ഒരു ട്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറിയ ട്രെയിനാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ നല്ല ഒരു ട്രെയിനാണ്. അതിൽ കയറിയാൽ കിൽക്കിനിയുള്ള സിറ്റിയിലൂടെ കിൽക്കിനി മൊത്തം അവർ കൊണ്ട് കാണിക്കുന്നതാണ്. ചെറിയ ഒരു എമൗണ്ട് മാത്രമാണ് അതിന് വരുന്നത്. സമ്മർ സീസൺ ആണെങ്കിലും അയർലൻഡിലെ ക്ലൈമറ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. നല്ല വെയിൽ കാണുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ പെയ്തിരിക്കുകയാണ്. കിൽക്കിനി സെൻറ്ററിലെയും കിൽക്കിനി കാസ്റ്റിലിൻ്റെയും കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മാൻമേഡായിട്ടുള്ള ഒരു റിവർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ബോട്ട് സർവീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ബോട്ട് സർവീസ് ഒന്നും അല്ല എങ്കിൽ തന്നെയും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെറിയ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അതിലും നമ്മൾ കയറി. We'll start by why Kilkenny got his name and how. So this was actually the last place where the Archdruid, the last one, was hiding around Kilkenny and was the last place to be turned in, or converted into Christianity before it got this name. So Canis would have been a monk that came here and he was successful in his mission, so he was made a saint here, and that's why they named Kilkenny. അപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന ഗൈഡ് നമുക്ക് കിൽക്കിനിയെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. കിൽക്കിനി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നും മറ്റുള്ളതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ചെറിയ ഒരു റൈഡായിരുന്നു, എന്നിരുന്നാൽ തന്നെ അതിമനോഹരമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ചെറിയ യാത്രയായിരുന്നു. Place to start with. Right? അപ്പോൾ ഡബ്ലിൻ സിറ്റിയിൽ നിന്നും കിൽക്കിനിയിലേക്കുള്ള അതിമനോഹരമായ ഒരു ചെറിയ യാത്ര കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡബ്ലിനിലോ യുകെയിലോ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കിൽക്കിനി. നമ്മൾ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. പക്ഷേ കിൽക്കിനിയിൽ ഒട്ടനവധി സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ അയർലൻഡ് കാഴ്ചകളും UK കാഴ്ചകളും യൂറോപ്യൻ കാഴ്ചകളും കാണാനായി നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിന് വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് പുത്തൻ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. Around the controversy in children's orthopedic surgery.